വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുകയും നന്നായി പഠിപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് പാസ്റ്റർ ഇ ജോസ്. മുംബൈയിലെ കല്യാണിലുള്ള ദ ഗോഡ്സ് മിഷൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ സ്ഥാപകനും പാസ്റ്ററുമാണ് അദ്ദേഹം. ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകളെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുവാൻ ഈ ദൈവദാസന് സാധിച്ചിട്ടുണ്ട്. കൃത്യമായി വ്യാഖ്യാനിക്കുകയും കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ഇ ജോസ് വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദന്റെ മടങ്ങിവരവിനെ കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുക, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വെളിപ്പാട് പുസ്തകത്തെ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ 1 മുതൽ 22 അധ്യായങ്ങൾ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കടന്നു പോകാത്ത ഒരു പുസ്തകവും അതിനകത്തില്ല. ഇപ്പം ഇതെല്ലാം കൂടെ സിങ്ക്രണൈസ്ഡാണ്. ഇങ്ങനെ വരുമ്പോൾ ദൈവദാസനായ ജോൺ മാക്സ്വെൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നോക്കുക. അദ്ദേഹം പറഞ്ഞത്, വേർ ദർ ഈസ് നോ അഷുറൻസ് ഓഫ് ഫ്യൂച്ചർ ദർ ഈസ് നോ സെക്യൂരിറ്റി ഇൻ ദ പ്രസന്റ്. ഭാവിയെപ്പറ്റി ഒരു വ്യക്തമായ ഉറപ്പും കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലത്തുള്ള സ്ഥിരതയില്ല. എനിക്കെന്താ സംഭവിക്കാന്ന് പേടിക്കുന്നത്. ദൈവം ഒരു അഷുറൻസിന്റെ ദൈവമാണ്. അതിൻ്റെ ഫൈനൽ ചാപ്റ്ററാണിത്. കർത്താവ് ഈ പറയുന്ന വാക്ക് ഒരു പുസ്തകത്തിലും തുടക്കത്തിൽ എഴുതി വച്ചില്ല. വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം പുത്രന് കൊടുത്തു, പുത്രൻ സ്വർഗദൂതനെ അയച്ചു യോഹന്നാനെ പ്രത്യക്ഷപ്പെട്ടു. അവിടെയാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതായത് വേഗത്തിൽ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇപ്പൊ 2000 വർഷമായി. അതെ. അപ്പൊ ആ വേഗതയുടെ അളവുകോൽ എന്തുവാ? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. വേഗത എന്നുള്ളതിന്റെ റിയൽ ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കുകയാണ് ഇമിനൻസി എന്നൊരു വേർഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇമിനൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് വരാം. എന്നാൽ 73 വയസ്സ് വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വരില്ല പറയാൻ പറ്റുമോ? എനി ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ. കർത്താവിന്റെ വരവ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാം. അതാണ് ഇമിനൻസിയുടെ അർത്ഥം. അങ്ങനെ ഒരു ഇമിനൻസി. കാരണം പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് പഴയ പ്രവാചകൻ പറയുന്നതാണ്, അന്ത്യകാലം എത്തിയിരിക്കുന്ന നമുക്കുള്ള സന്ദേശമാണെന്ന് പറയുന്നത്. പെന്തിക്കോസ്റ്റൽ ദിന്നിനെ അന്ത്യകാലം എന്ന് പത്രോസ് വിശേഷിപ്പിക്കുന്നു. അത് കള്ളവുമല്ല, അതൊരു എൻഡ് യുഗത്തിന്റെ ആരംഭമാണ്. അങ്ങനെയാണെങ്കിൽ ആ എൻഡ് യുഗത്തിന്റെ അന്ത്യത്തിലാണ് പ്രതികം. അതല്ല, ഇസ്രായേൽ തിരിച്ചു വന്നതാണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ഇന്ന് സംഭവിക്കില്ലെന്ന് പല നാമധേയ ക്രിസ്തീയ സഭകളും റീപ്ലേസ്മെന്റ് തിയോളജി പഠിപ്പിക്കുമായിരുന്നു. ഇസ്രായേൽ വിൽ നെവർ കം അഗെയിൻ, ചർച്ച് ഈസ് ഗിവൻ ദ റെസ്പോൺസിബിലിറ്റി. അത് റോമാലേഖനത്തിൽ 9, 10, 11 അധ്യായങ്ങൾ കട്ട് ചെയ്ത് പറയുന്നുണ്ട്. ബൈബിൾ ശരിക്കും പഠിക്കാത്തതുകൊണ്ട് അവർക്ക് അത് പറ്റിയത്. ഇസ്രായേൽ 1940 തിരിച്ചു വന്നു. അവർ വിശ്വസിച്ചില്ല തിരിച്ചു വരുമെന്ന്. അത് സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന പ്രൊഫറ്റിക്കൽ ഇൻഫർമേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൂക്കാസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമുള്ള സത്യം, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് എൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലോ. നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഇപ്പൊ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒത്തിരി പ്രവചന വ്യാഖ്യാനങ്ങൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടെല്ലാം ധാരാളം അതുമായി കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഒരു സാധാരണക്കാരന്റെ സംശയം ചോദിക്കുകയാണ്. ഈ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് എന്തെങ്കിലും ദൈവമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ഈ രാജ്യം എന്നുള്ള നിലയിലുണ്ടോ? ഇസ്രായേലിനെ ചെവിക്കുറ്റിക്ക് പിടിച്ച് അവരറിയാതെ ദൈവം വലിച്ച് അവരുടെ സമയത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ദാനിയേലിന്റെ 70-ാം ആഴ്ചവട്ടം നിന്റെ ജനത്തിനും നിന്റെ നഗരത്തിനും ദൈവം 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാണ് 9:24 ആരംഭിക്കുന്നത്. അവർക്ക് കൊടുത്ത പ്രൊഫസിയിൽ പ്രകാരം അവർക്ക് 70 ആഴ്ചവട്ടമുണ്ട്. ഇതിൽ 69-ാം ആഴ്ചവട്ടം പൂർത്തിയായപ്പോൾ അഭിഷിക്തൻ അവന് വേണ്ടിയല്ല അത് ക്രൂശിക്കപ്പെട്ടു. ഇതാണ് ക്രിസ്തുവിന്റെ മരണം. അവിടെ വെച്ച് അടുത്ത 70-ാം ആഴ്ചവട്ടം വരാവുന്നതാണ്. എന്നാൽ നിനക്കും നിന്റെ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ദൈവം അവനെ മാറ്റിക്കളഞ്ഞു. നമ്പർ 1 സൈൻ പർദ്ദ കട്ട് ചെയ്തിട്ട് വഴി തുറന്നു കൊടുക്കും. യഹൂദന്റെ ആരാധനയുടെ മെത്തേഡാണ്. മഹായാജകൻ ഒരിക്കൽ മാത്രം കടന്നു പോകുന്നത്. അത് നിർത്തിക്കളഞ്ഞു. AD 70 ദേവാലയം കത്തിച്ചു കളഞ്ഞു. AD 130 അവർ ഓടിച്ചു വിട്ടു. അങ്ങനെ യഹൂദനെ ആ പ്രവചനത്തിൽ നിന്ന് ദൈവം മാറ്റി വെച്ചു. AD 32 ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മാറ്റി വെച്ചു. അന്ന് വരെ അവനാണ് ദൈവത്തിന്റെ കാവൽക്കാരൻ, കെയർടേക്കർ ഗവൺമെന്റ്. അവരെ മാറ്റിയിട്ടാണ്
അവൻ അവരുടെ സ്വന്തമായതിലേക്ക് വന്നു, അവരും അവനെ കൈക്കൊണ്ടില്ല. അപ്പോഴാണ് യോഹന്നാന്റെ 12-ാം വാക്യം പറഞ്ഞത്, 1:12. സാറേ, അവിടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. മാനവവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അല്ലെ അവനെ മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്രിസ്തു വന്നത്. അപ്പൊ ക്രിസ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് യഹൂദനായ ക്രിസ്തുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഈ രക്ഷാപദ്ധതി പാളിപ്പോകത്തില്ലേ? ഇല്ല. ദൈവത്തിന് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യവർഗത്തിന് ദൈവമായിരുന്നു വെളിപ്പെടുത്തി കൊടുക്കണം. ഈ കൊടുക്കാൻ സ്വർഗദൂതന്മാരിറങ്ങി പ്രസംഗിക്കില്ല. ദൈവം ഒരിക്കൽ മനുഷ്യനായി അവതരിച്ചു. ക്രിസ്തു വന്ന് 3 വർഷത്തെ മനുഷ്യ കഴിഞ്ഞ് കടന്നുപോയി. അപ്പൊ ചെയ്യേണ്ടത് ആരാണ്? മനുഷ്യരാണ്. ഈ മനുഷ്യരോട് ഡയറക്റ്റ് ആദം മുതൽ എബ്രഹാം വരെ മനുഷ്യവർഗത്തോട് ദൈവം ഡയറക്റ്റ് ലീഡ് ചെയ്യുക. നോഹയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഏനോക്കിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഡീലിംഗ് ടു ദ വേൾഡ് ഇൻഡിവിജ്വലി പിക്കിംഗ് അപ്പ് സം പീപ്പിൾ. എന്നാൽ എബ്രഹാമിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ എബ്രഹാമിനെ ഒരു തലമുറയിലൂടെ ദൈവം വളർത്തിയെടുക്കാൻ പ്ലാൻ ഇട്ടു. കാരണം പറയുന്നത് ഇവന്റെ മക്കളോടും അടുത്തു വരുന്ന തലമുറയോടും എന്നെപ്പറ്റി പറയുന്നവനാണെന്നൊരു കണ്ടു കാണും. ദൈവം ഒരു ഫോർസൈറ്റ് കാണുവാണ്. ആ കണ്ടിട്ട് ഒരു വർഗത്തിനെ നിയമിച്ചു. ഈ വർഗം ഒരു 2000 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ മെസ്സിയായിട്ട് വന്ന യേശുവിനെ തള്ളി പറഞ്ഞു. ഉടനെ ദൈവം ആ എ സ്ട്രാറ്റജിയിൽ നിന്ന് ബി സ്ട്രാറ്റജിയിലേക്ക് വന്നിട്ട് ബി സ്ട്രാറ്റജിയിൽ നിന്ന് ഒരു സി സ്ട്രാറ്റജിയിലേക്ക് വരുവാണ്. ആ സി സ്ട്രാറ്റജിയിലാണ് അവന്റെ പുത്രനെ വിശ്വസിക്കുന്നവർ ദൈവമക്കളെ അവൻ അധികാരം കൊടുത്തുകൊണ്ട് വരുന്നത്. അന്ന് സഭ ചാർജ് എടുക്കുവാണ്. ഈ സഭ ചാർജ് എടുക്കുമ്പോൾ യഹൂദനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അവനെ മാറ്റി നിർത്തിയിട്ട് സഭയ്ക്ക് ചാർജ് കൊടുത്തു. ഇനി അവനെ തിരിച്ചു വിളിക്കും, സഭയെ മാറ്റുകയും ചെയ്യും. ഈ ദൈവത്തിന്റെ ഒരു ടോട്ടൽ സ്ട്രാറ്റജി, മൊത്തം സ്ട്രാറ്റജി മനസ്സിലാവാനുണ്ടല്ലോ. ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചറിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ മൊത്തം പ്രോഗ്രാം, ദൈവത്തിന്റെ പദ്ധതി, പ്ലാൻ ഓഫ് ഗോഡ്, പർപ്പസ് ഓഫ് ഗോഡ്, ഏജസിന്റെ പ്രോഗ്രാമിനെ പറ്റി സിംപിളി ഒന്ന് പഠിച്ചാൽ അങ്ങനെ യഹൂദന് വന്നുകൊണ്ടിരിക്കുക. അവൻ സ്റ്റേഷനിൽ ഒരു വണ്ടി കിടപ്പുണ്ട്, ഒരു പാസഞ്ചർ വണ്ടി. ഇതിനകത്ത് 6 നടന്ന് കയറുക. ഈ വണ്ടി സിഗ്നൽ കൊടുത്ത് വിട്ടാൽ പുറകിൽ ഒരു വണ്ടി കിടപ്പുണ്ട്, യഹൂദൻ. അവനെ കയറി ഈ വണ്ടി പോകാതെ കയറാൻ പറ്റില്ല. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ റോമാലേഖനം 11:25 പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം യഹൂദന് അംശമായി കാഠിന്യം പ്രവർത്തിച്ചിരിക്കും. അവന്റെ അംശമായ കാഠിന്യം എന്താണെന്നറിയോ? ജോൺ 17:3 ലേഖസത്യവുമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നു നിത്യജീവൻ. പഴയ നിയമത്തിൽ യഹോവയെ അറിഞ്ഞ അനുസരിച്ചാൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. 14 കർത്താവ് പറയുന്നതാണ്. ആ കാര്യത്തിൽ യഹൂദൻ പരാജയപ്പെട്ടു. ഉടനെ അവനെ ടെമ്പററി പ്രോഗ്രാമിൽ നിന്ന് മാറ്റി വെച്ചു. കർത്താവിനോട് മുഖത്ത് നോക്കി പറയുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണുകയില്ല. കർത്താവിനെ അവരെ അടച്ചു പുറത്താക്കി. അന്ന് കർത്താവ് അവരെ മാറ്റി വെച്ചിട്ട് കർത്താവിനെ വിശ്വസിക്കുന്ന അതിനകത്ത് യഹൂദനോട് ജാതിയുണ്ട്. അവരെ കേട്ടിട്ട് അവരുടെ പ്രോഗ്രാം തരിക. ആ സഭയും തണുത്ത് വന്നുകൊണ്ടിരിക്കുക. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഉണർന്നിരുന്നിരിക്കുക. നീ എവിടെ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ദൈവം ആ പ്രോഗ്രാമിന്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ മൊത്തം പ്രോഗ്രാം നോക്കിയാലുണ്ടല്ലോ, ഇന്നത്തെ കാലഘട്ടത്തെ മന്ദബുദ്ധികളെ പ്രവാചകന്മാർ പറയുന്നത് വിശ്വസിക്കാത്തവരെ എന്ന് പറയുന്നത് ശരിക്കും മുഖത്തടിച്ച് മനസ്സിലാവുന്നത്. യു ബി ഇൻവോൾവ് ഇൻ ഇറ്റ്. ഞാൻ എൻ്റെ ഉദാഹരണത്തിന് ഞാൻ 32 വർഷമായി പണിയെടുക്കുന്നു. ഒരു സീനിയർ പാസ്റ്ററായിട്ട് ഒരു ഗമയിലിടുന്ന റിട്ടയർ ആവാനുള്ള ചുറ്റുപാടുകളൊക്കെയാണെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നത്. ദൈവം നല്ല നിന്റെ പണി ഇവിടെ തീർന്നു. ഞാൻ സഭയോട് ഓപ്പണായി ഡിക്ലെയർ ചെയ്താണ്, ഐ ആം നോ മോർ നീഡഡ് ഇൻ ദിസ് കോൺഗ്രിഗേഷൻ. അനദർ പേഴ്സൺ ജോഷ് ഹാസ് ഓൾറെഡി കം, സോ മോശ ഹാസ് ടു ലീവ്. ഇല്ലെങ്കിൽ മോശ, ഞാൻ കണ്ടിട്ടുണ്ട് ഭാഷാദിവാസന്മാരെ. ഒരു ദേവദാസൻ, ഒരു നല്ല പ്രൊഫറ്റിക്കൽ ടീച്ചർ, മലയാളി, ഞങ്ങൾ തൊട്ടടുത്തൊരു ശുശ്രൂഷ നടത്തുന്നു. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ വെച്ചു. അയാൾ കുറച്ച് ആൾ കിട്ടുകൊണ്ട് പോയി. അതുകൊണ്ട് പിന്നെ പുള്ളി അസിസ്റ്റന്റ് പാസ്റ്റർ വയ്ക്കുന്നതോ ഒരു ജോഷുവായി കണ്ടെത്തുന്നതോ ചിന്തിക്കാതെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ മോൻ സ്വന്തം വീട്ടിനകത്തിരുന്നുകൊണ്ട് മന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്നു, പാമിസ്ട്രി പഠിക്കുന്നു. ഈ പാസ്റ്ററെ അമേരിക്കയിൽ വിട്ടു, ഗൾഫിൽ വിട്ടു, ആഫ്രിക്കയിൽ വിട്ടു. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യെല്ലോ ഫീവറായിട്ട് വന്നു. അവിടുന്ന് പുള്ളി KM ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മരിക്കാൻ കിടക്കുമ്പോൾ ഈ മോൻ അടുത്തിരിപ്പുണ്ട്. മോൻ ദൈവത്തോട് പറയാ, ദൈവമേ എൻ്റെ പപ്പയെ ഒന്ന് ജീവനോടെ തന്നാൽ ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങുക. അപ്പോൾ മിനിസ്ട്രിക്ക് ഇറങ്ങുന്ന വിളിയുണ്ട്. ഇറങ്ങുന്നില്ല അവനങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക. 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് പപ്പ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുക. അപ്പം അത് കണ്ടപ്പോൾ പറയാ, നീ വിളിച്ചാലും പപ്പയെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വേലയ്ക്ക് ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ പയ്യൻ എന്നൊരു ഫാസ്റ്റായിട്ട് വർക്കുക 100-200 മെമ്പേഴ്സുള്ള ചർച്ചല്ലേ. അവൻ തന്നെ പറഞ്ഞത്. അവൻ പറയാ, ഞാനത് പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ പപ്പ മരിച്ചുപോയി. അല്ലേ? ആ പുത്രനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ദൈവദാസനെ മാറ്റിയിട്ട് വരും. എന്നെക്കാൾ ഇളയ ദൈവദാസനാണ്.
മരിച്ചു വർഷങ്ങളായി. ദൈവം തൻ്റെ സഭയുടെ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് നടത്തില്ല. ഞാൻ തരികട കളിച്ചാൽ എന്നെ കാരം കൂടി തട്ടിയിരുന്ന ദൈവം ഡിസിപ്ലിൻ ഞാൻ എന്നെ മാറ്റും. ഞാനിവിടെ ദൈവസഭയ്ക്ക് ഉപകാരമുള്ള എന്തിനാണ് ഇവിടെ വച്ചേക്കണം, എന്നെ അങ്ങ് മാറ്റും. ഇത് ദൈവത്തിൻ്റെ പ്രത്യേക ആവശ്യം. ദൈവഭയം ഇന്ന് സഭാ ശുശ്രൂഷന്മാർക്ക് എന്നെപ്പോലുള്ള കൂത്തി നഷ്ടപ്പെട്ടിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്ന ലെവലിലേക്കാണ് പെരുമാറും. എൻ്റെ സഭ, എൻ്റെ ആൾക്കാർ എന്നോട് ചോദിക്കാറ് എന്തിനാ സുവിശേഷം പറയാൻ പോയെന്നൊക്കെ പറയുന്ന പരിതാപകരമായ അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരമെന്നുള്ള ആ പോയിന്റിലേക്ക് സഭ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും എൻ ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ. അപ്പം അതിന് ശേഷമാണ് ഈ മഹോപദ്രവ കാലം എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടാകുന്നത്, അന്തിക്രിസ്തുവിന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ ആ സഭയെ അത് ഒരിക്കലും ബാധിക്കത്തില്ല. ഇല്ല. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകത്തിന്റെ അന്ത്യത്തോളം പ്രസംഗിക്കപ്പെടണം. അതിനുശേഷം അന്ത്യം വരും. വേറെ അടുത്ത് കർത്താവ് പറയുന്നത് മനുഷ്യപുത്രന്റെ വരവുകൾ വിശ്വാസം കണ്ടെത്തുമോ. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് പിതാവാം ദൈവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. യേശുക്രിസ്തുവിനെ എപ്പോഴാണ് അയക്കണം അറിഞ്ഞൂടാ. നോ ഇൻഫർമേഷൻ വെൻ ഹി വിൽ കം. അത് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഇരിക്കേണ്ട കാരണം രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവിന് ഇസ്രായേലിന്റെ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാണോ ശിഷ്യന്മാരെ അപ്പസ്തലന്മാരുടെ 1-6 ചോദിക്കണം. അത് നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ പണി വെച്ചാൽ പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങളുടെ പണി തോന്നും. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ഏത് വിധേനയും കുറെ ആത്മാക്കളെ രക്ഷിക്കുക, ആ രക്ഷിച്ചവരെ ശിശുത്വത്തിലേക്ക് വളർത്തുക. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് സ്പെൻഡ് ആവണം. അത് സ്തെഫാനോസിന്റെ മാതിരി ആദ്യത്തെ പ്രസംഗത്തിൽ മരിച്ചാലും കുഴപ്പമില്ല, യോഹന്നാന്റെ മാതിരി 100 വർഷം ഒന്ന് ദർശനം കണ്ടാലും കുഴപ്പമില്ല. ഇറ്റ്സ് നത്തിങ് ഓഫ് മൈ ബിസിനസ്. എനിക്ക് എൻ്റെ യജമാനെ പൂർത്തിയാക്കിയിട്ട് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇന്ന് രാത്രി നീ പറഞ്ഞ റെഡി അല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടാവും. ഇതാണ് സഭയ്ക്ക് നഷ്ടപ്പെട്ടത്. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ മുഖം നൽകുക. സർവ്വ ഇൻഫർമേഷനും ഉണ്ട് സഭയ്ക്ക്, മനസ്സിലായി. യഹൂദൻ, ജാതി, സഭ 3 കൂട്ടായിരുന്നു ഭൂമിയിലുള്ള. യഹൂദൻ മന്ദബുദ്ധിയ, അവൻ യഹോവയെ വിശ്വസിക്കുന്നു, മോശയെ വിശ്വസിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നില്ല. സഭ സർവ്വ ഇൻഫർമേഷൻ ഉണ്ട്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ അവൻ കിടന്നു നോക്കുക, ഭയങ്കര ഓർക്കുക. അവനങ്ങ് എൻജോയ് ചെയ്യണം, ലൈഫ് എൻജോയ് ചെയ്യണം, ടെൻഷൻ ഫ്രീ ആയിരിക്കണം. അങ്ങനെ നിൽക്കണമെന്ന് കാഴ്ചപ്പാടിലിരിക്കുക. ജാതി മരിച്ചവരെടുക്കുക, മരിച്ചവരുടെ ഉണർന്ന് നിൽക്കുക. നമ്മളോട് പറഞ്ഞിട്ട് മരിച്ചവരെ നിൽപ്പിക്കണം, മനസ്സിലായി. ആത്മായ ജീവനം കൊടുക്കാനും ശരീര ജീവനം കൊടുക്കാനും അതോറിറ്റി ഉണ്ട്. മറിച്ച് നമ്മൾ ഒരു ദിവസം പ്രസംഗം ചെയ്യാൻ നോക്കുക. ഞാനങ്ങ് ഒറീസയിലെ മിഷണറി പ്രവർത്തനത്തിന് പോകാനിരുന്ന, എന്നാൽ അച്ചായന്റെ മോളുടെ കല്യാണം ഉണ്ടെന്ന് അതുകൊണ്ട് ഞാനത് ക്യാൻസലാക്കിയിട്ട് ഇവിടെ വന്നു. എന്ത് പാടില്ലത്, പരിതാപകരമാണത്, മനസ്സിലായി. ഒരു വിവാഹത്തെ കുറിച്ച് അടങ്ങിനെയൊക്കെ ഇത്ര സെന്റിമെന്റലായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ സഭ ക്വാളിറ്റിയിൽ അങ്ങ് ഒരു തള്ളി താഴെ പോയി. ആ താഴെ പോകാനുള്ള ഉത്തരവാദിത്വമൊക്കെ അവരുടെ വാസമാണ്. നമ്മൾ പറയുന്നില്ലേ അണികൾ കേൾക്കണേ, പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ ജീവിതത്തിൽ വിധാനങ്ങൾ വരാൻ. മനസ്സിലായി. വെല്ലിംകേരി വന്ന മാതിരി ശ്രീലങ്കയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ ഇന്ത്യയിൽ നിന്ന് മിഷണറിമാർ പോകണം. ആ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി അടിച്ചോടിക്കണം, കുടിച്ചു. എൻ്റെ ഗസ്റ്റോട് പറഞ്ഞ കേരളത്തിലെ ആൾക്കാരെ അടിച്ചോടിക്കുന്നു പറഞ്ഞില്ലേ. ഐ വെൽക്കം ഇറ്റ്. ഞാൻ അതിനുവേണ്ടി എന്നെ ആയിക്കോട്ടെ, ഞാൻ പോകാൻ തരാം. 73 അവിടെ പോയിട്ട് 80 അവിടെ പെട്ടത് പേർന്ന് മരിച്ചു, നോ പ്രോബ്ലം. എനിക്ക് കല്യാണത്തിന് നടക്കണമെന്ന് നിർബന്ധമില്ല. ഓൺ ഡ്യൂട്ടി മരിക്കണം. ക്രിസ്തുവിലായി, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. പാസ്റ്റർ ഇ. ജോസുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ശ്രവിച്ചത്. അദ്ദേഹവുമായി നടത്തിയ സംഭാഷണങ്ങളുടെ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണുന്നതിനു വേണ്ടി ഹാലലിയയുടെ മറ്റൊരു ചാനലായ ഹാലലിയ NIT, അതായത് ഹാലലിയ ന്യൂസ് ഇന്റർവ്യൂസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് എന്നുള്ള ചാനലിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുക, അത് കാണുക. ലിങ്ക് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കമന്റായും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, തുടർമാനമായി അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളും അഭിമുഖങ്ങളും പ്രസിദ്ധീകരിക്കുന്ന ഒരു ചാനലാണ് ഹാലലിയ NIT. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണം പുതിയ നല്ല വീഡിയോകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കും. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.